ഇന്ന് കോഴിക്കോട്ടെ ശനിയാഴ്ചയാണ്. ഓശാന ഞായറാഴ്ചത്തെ തലേ ദിവസത്തെ ശനിയാഴ്ച കോഴിക്കോട്ടെ ശനിയായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കോഴിക്കോട്ട ഉണ്ടാക്കാമെന്നോർത്ത് കോഴിക്കോട്ടയ്ക്കുള്ള പൊടിയും ശർക്കരയും തേങ്ങയും ഒക്കെ എടുത്ത് പരിപാടി തുടങ്ങി കേട്ടോ. ഇന്ന് ഓഫുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ആഘോഷമാണ് രാവിലെ മുതലേ. ഇച്ചാനിവിടെ യോഗ ചെയ്യുകയാണ്. പക്ഷേ ഇത് ലിയോക്കുട്ടൻ കണ്ടോ, യോഗ ചെയ്യാനൊന്നും സമ്മതിക്കത്തില്ല. ലിയോക്കുട്ടൻ രാവിലെ എണീറ്റ് വരും, ഞങ്ങളെക്കാട്ടിൽ മുന്നേ അവൻ എണീക്കും. പക്ഷേ റിച്ചുക്കുട്ടൻ എപ്പോഴും നല്ല ഉറക്കമാണ്. അപ്പോൾ ഇത് കോഴിക്കോട്ടേക്കുള്ള പണി ഒരു സൈഡിൽ കൂടെ നടക്കുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് അത് റിച്ചുക്കുട്ടൻ എണീറ്റു. കണ്ണും തിരുമ്മിയും കൊണ്ട് ആ നേരെ അപ്പയുടെ വണ്ടിയിലോട്ടാണ് പോയിരിക്കുന്നത്. അപ്പോഴത്തേക്ക് അത് ലിയോക്കുട്ടൻ എൻ്റെ കാലിൻ്റെ ചുവട്ടിൽ എത്തി. അപ്പം ഞാൻ കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന പൊടി പത്തിരി നൂൽപുട്ട് ഒക്കെ ഉണ്ടാക്കുന്ന പൊടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് ഉണ്ട ഉരുട്ടുമ്പം എന്തായി വരുമെന്ന് എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. എന്നാലും വലിയ കുഴപ്പമില്ലാതെ കിട്ടി. ഇപ്പോൾ ഈ കൊഴുക്കട്ട ശനിയാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ കേരളക്കാർ മാത്രം ആഘോഷിക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. കൊഴുക്കട്ട ശനി എന്നുള്ള പേര് വരാൻ കാരണം ഒരുവിധം എല്ലാവർക്കും അറിയാമായിരിക്കും. എന്നാലും അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഓശാന ഞായറാഴ്ചത്തെ തലേ ദിവസത്തെ ശനിയാഴ്ചയാണ് കൊഴുക്കട്ട ശനി എന്നറിയപ്പെടുന്നത്. അത് കാരണം ബൈബിളിലെ ഒരു കഥയുണ്ട്, ലാസറിൻ്റെ പെങ്ങന്മാരായ മർത്തായും മറിയവും. അപ്പോൾ മരിച്ചുപോയ ലാസറിനെ ഈശോ ഉയർത്തെണീപ്പിച്ചു. അതിൻ്റെ സന്തോഷത്തിൽ ലാസറിൻ്റെ പെങ്ങന്മാരായ മർത്തയും മറിയവും ഈശോയ്ക്ക് അവരുടെ വീട്ടിൽ ഒരു വിരുന്നൊരുക്കി. അപ്പോൾ അതിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു ദിവസമാണ് കോഴിക്കോട്ട ശനി. അപ്പോൾ എന്തുകൊണ്ടാണ് കൊഴുക്കട്ട വന്നത്, വേറെ ഒരു പലഹാരവും വരാത്തത് എന്നുള്ള സംശയം ആർക്കെങ്കിലും ഉണ്ടോ? എനിക്കങ്ങനെ ഒരു സംശയമുണ്ട്. അതിൻ്റെ ആൻസർ എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കൊഴുക്കട്ട ഇവിടെ റെഡിയായി. അപ്പോൾ ഇത്തവണത്തെ കൊഴുക്കട്ട ശനിക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ ലിയോക്കുട്ടൻ്റെ ഫസ്റ്റ് കൊഴുക്കട്ട ശനിയാഴ്ചയാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ലിയോക്കുട്ടൻ ഒരു കൊഴുക്കട്ട കഴിക്കുന്നത്. അപ്പോൾ എന്തായാലും ലിയോക്കുട്ടന് കൊഴുക്കട്ടയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുപോലെ റിച്ചുക്കുട്ടനും ഇത്തവണ നന്നായിട്ട് കൊഴുക്കട്ട കഴിച്ചു. ഒരു കൊഴുക്കട്ട ലിയോക്കുട്ടന് മുഴുവനായിട്ട് അങ്ങ് വിട്ട് കൊടുത്തു. അവനത് കഴിക്കുമോ കളിക്കുമോ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. അവൻ്റെ ഫസ്റ്റ് കൊഴുക്കട്ട ശനിയല്ലേ.